Video is for informational and educational purpose only. We do not guarantee any income. So hello guys. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ഡിഫറെന്റ് വീഡിയോ കാണാൻ തന്നെയാണ്. കാരണം നിങ്ങൾ ക്യാൻവയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്യാൻവയൊക്കെ എൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്യാൻവയിൽ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ക്യാൻവയും കാര്യങ്ങളൊക്കെ യൂസ് ആക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്താണ് അല്ല PDF അല്ലെങ്കിൽ വല്ല സംഭവം ക്രിയേറ്റ് ആക്കാനായിരിക്കും, ടെംപ്ലേറ്റ്സ് അങ്ങനെ ക്രിയേറ്റ് ആക്കാനായിരിക്കും, ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ആക്കാനായിരിക്കും. സോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, കോളേജ് വർക്ക്സിന് അങ്ങനെയൊക്കെ നമ്മൾ പ്രോജക്ട് ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് ക്യാൻവയും കാളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ട് നമ്മൾ ക്യാൻവയും കാളൊക്കെ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുമെന്നു. സോ സിമ്പിളാണ് കാര്യം തന്നെയാണ്. നമുക്ക് ക്യാൻവ യൂസ് കൊണ്ട് ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്തത്, അതായത് ഒരുപാട് മെത്തേഡിൽ നമുക്ക് ക്യാൻവയുള്ള പ്രോജക്റ്റ് നമുക്ക് സെല്ലായിക്കൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് സെഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആക്കാനായിട്ട് അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ക്യാൻവയിലുണ്ട്. ഓക്കെ, ഈ ബുക്ക് ക്രിയേറ്റ് ആക്കാൻ, ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ എന്തുകൊണ്ട് നമുക്ക് ഈ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്തുകൊണ്ട് എൻഡ് ചെയ്തുകൂടാ? നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ച് മാത്രമാണ്. എങ്ങനെ നമുക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് ടെംപ്ലേറ്റ് സെല്ലായിക്കൊണ്ട് എൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പല മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇടുന്നതായിരിക്കും. സോ ഇതിന്റെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട് 2 എന്തായാലും ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് സെല്ലാക്കുന്നത്. ഓക്കെ, സോ സെല്ലാക്കാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് മുമ്പത്തെ നമ്മളെ പിൻട്രസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊക്കെ സംഭവിച്ച് പ്രൊമോട്ടൊക്കെ എൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് മെയിനായിട്ട് നമുക്കൊരു വെബ്സൈറ്റുകളൊക്കെ വേണം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് സൂപ്പർ പ്രൊഫൈലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്കുകളൊക്കെ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞുതരാം. മാനുവലായിട്ട് എങ്ങനെ സെല് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പൊ ഈ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ടെംപ്ലേറ്റ്സ് ഒക്കെ സെല്ലായിക്കൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ സെല് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ടെംപ്ലേറ്റ്സ് ഒക്കെ അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് മാസം റേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫ്രീലാൻസേഴ്സിനെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഫോറിനായി സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അതായത് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ വഴി. ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അൺലിമിറ്റഡ് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിമിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, അതായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏജ്മെന്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പല വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ക്യാൻവ ടെംപ്ലേറ്റ്സ്, ലൈറ്റ് റൂം, ആ ടെംപ്ലേറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയൊക്കെ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല പൈസ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടുള്ളൂ. ജസ്റ്റ് വീഡിയോ ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട മറക്കണ്ട. ചാനലിലെ ബയോ ഒന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ഫ്രീ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബറിനും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നത് നമുക്ക് തന്നെ വീഡിയോ പോകാം. ഓക്കെ, സോ ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പല ടെംപ്ലേറ്റ്സ് ആയിക്കോട്ടെ, ഈ ബുക്സ് ആയിക്കോട്ടെ, എല്ലാ സംഭവവും നമുക്ക് മേക്ക് ചെയ്തിട്ട് എങ്ങനെ സെല്ലാക്കുന്ന വീഡിയോകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതായത് ഫ്രീ ആണ്. ഓക്കെ, സീറോ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്യാൻവ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ലാപ്പിലായിക്കോട്ടെ മൊബൈലിലായിക്കോട്ടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ വിചാരിക്കും നമുക്ക് ലാപ്പിൽ മാത്രമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, മൊബൈലിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ക്യാൻവ ക്രാക്ക്ഡ് വേർഷൻ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവയുടെ പ്രീമിയം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ വെർത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സംഭവം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളിപ്പം വലിയ വലിയ ഫ്രീലാൻസേഴ്സിനൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടിപൊളി സംഭവം തന്നെ ക്യാൻവയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൈസ ആക്കാനായിട്ട് പറ്റുന്ന മെത്തേഡ്സ് നമ്മുടെ ക്യാൻവയിലുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ എല്ലാ മെത്തേഡും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ സെല്ലാക്കുന്നതാണ്. നമ്മൾ ടെംപ്ലേറ്റ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് ക്യാൻവ, എന്തൊക്കെയാണ് ക്യാൻവയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്, എല്ലാ സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ, എന്നാലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ, പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ എത്ര എന്താവുമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ക്ലാസ് ആയിട്ട് റെക്കോർഡാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നതായിരിക്കും. സോ എൻ്റെ നോളജിലാണ് ഞാൻ പറഞ്ഞായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും എല്ലാം പൈസ ആക്കേണ്ട പറ്റും. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് സെല്ലാക്കിയാൽ മതി. അതുപോലെ കോൺസെൻട്രേറ്റ് വീഡിയോ ചെയ്താൽ മതി, വീഡിയോ കണ്ടാൽ മതി. ഇനി വെക്കേഷനുകളൊക്കെ വരാൻ പോകുന്നത് ജസ്റ്റ് എല്ലാം മൊത്തം ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും മീഷോയെക്കുറിച്ചും പിൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിൻട്രസ്റ്റിൻ്റെ ഒരു ലോങ് വീഡിയോ വരുന്നുണ്ട്, അതുപോലെ മീഷോയുടെ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടുകളൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ എന്താണ് വാട്ട് ഈസ് ക്യാൻവ. സോ ക്യാൻവ നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. ഓക്കെ, നമ്മൾ ക്യാൻവ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതുള്ള പ്രോജക്റ്റിനോ നിങ്ങളുടെ കോളേജിലൊക്കെ വർക്കിനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ക്യാൻവ എന്ന് പറഞ്ഞാൽ ക്യാൻവ ഈസ് ആൻ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ ടൂൾ ദാറ്റ് ഹെൽപ്സ് എനിവൺ ക്രിയേറ്റ് പ്രൊഫഷണൽ ഡിസൈൻസ് ഈസിലി വിത്തൗട്ട് അഡ്വാൻസ് സ്കിൽസ്. ഇറ്റ് വർക്ക് ഡയറക്ട്ലി ഇൻ യുവർ ബ്രൗസർ ത്രൂ ദ മൊബൈൽ. ഓക്കെ, നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുന്നത് പല ഡിസൈൻസ് എടുക്കാനും പല സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾ
ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ക്യാൻവ യൂസ് നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ക്യാൻവയുടെ സെർച്ച് കാണാൻ പറ്റും, സെർച്ച് ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. സോ എനിക്കിപ്പോൾ വേണ്ടത് ഒരു ഇ ബുക്കാണ്. ഓക്കെ, സോ ഈ ബുക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ സെർച്ച് കൊടുത്തിട്ടുണ്ട്, ഇതാ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവർ തന്ന ഈ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെതായുള്ള ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലോഡാകുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ഇവരുടെ രീതിയിൽ ഇവർ ചെയ്ത് വെച്ച സംഭവമാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ രീതിയിൽ നമുക്ക് എന്താണ് ഇത് മാറ്റാനായിട്ട് പറ്റും. എന്നിട്ട് കുത്തിക്കയറി വെച്ച് കൊടുത്താൽ എല്ലാ സംഭവത്തിലും ഓക്കെ എല്ലാ സംഭവം മാറ്റാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അത് ഇ ബുക്കാണ്. ഓക്കെ, അത് വേറെ കുറേ ഇ ബുക്ക് കൊണ്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. ചിലതിൽ നമുക്ക് പ്രീമിയം അയക്കുന്നുണ്ട്. ഇതൊക്കെ പ്രീമിയം ആണ്. അതായത് നിങ്ങൾ ക്യാൻവ പ്രോ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്യാൻവ പ്രോ ഒക്കെ ബെനിഫിറ്റും കളൊക്കെ ഉള്ളതാണ്. നിങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ പ്രോ എന്താണ് എസെൻഷ്യൽ, അതായത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെംപ്ലേറ്റ്സ് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പം വാൾപേപ്പർ നോക്കിയാലും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വാൾപേപ്പർ നടിക്കുകയാണ്. വാൾപേപ്പറുണ്ട്, ഫോൺ വാൾപേപ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ആണ് കണ്ടോ, നമുക്ക് ഇതാ എക്സാമ്പിളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സെല്ലാക്കാനോ നമുക്ക് എന്താണ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പറഞ്ഞ ലാഗഡ് പേജിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വെച്ചിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് എങ്ങനെ സെല്ലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ആക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാൻവ എന്താണെന്ന് പഠിച്ചല്ലോ. സോ ഇനി ക്യാൻവയിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ക്യാൻവ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ഡിസൈനും അതുപോലെ തന്നെ പല സംഭവത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊജക്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാൻവ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിനെ തമ്മിൽ മെറ്റീരിയൽസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിൻ്റെ കവറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ ബുക്ക് ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട്, PDF ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട് ക്യാൻവ യൂസ് ചെയ്ത്. ഞാനിപ്പോൾ ക്ലാസ് റെക്കോർഡ് ആക്കുന്നവരെ ക്യാൻവ യൂസ് ചെയ്താണ്. ഓക്കെ, പിന്നെ ബിസിനസ് കാർഡ്സ് ഉണ്ട്, പിന്നെ ഡിജിറ്റൽ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എങ്ങനെയാണ് ക്യാൻവയുടെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ സെല്ലാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആക്കണം. കോപ്പി ഒന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സെക്ഷനാണ് നമ്മുടെ ക്യാൻവ ടെംപ്ലേറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ എങ്ങനെ സെല്ലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ക്യാൻവ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ക്യാൻവയുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി സെല്ലാക്കാനാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെല്ലാക്കേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്ത് വേണമെങ്കിലും. ഇപ്പം ഞാനീ പറയുന്നത് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് പല മെറ്റീരിയൽസ് സെല്ലാക്കാൻ പറ്റും. നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന എല്ലാം നിങ്ങൾക്ക് സെല്ലാക്കാൻ പറ്റും. കോപ്പി അടിക്കാതെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സംഭവവും നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് സെല്ലാക്കാൻ പറ്റും. ഞാൻ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, ഫേസ്ബുക്ക്, നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് സെല്ലാക്കാൻ പറ്റും. അല്ലാതെ എന്താണ് പിൻട്രസ്റ്റിലെ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് സെല്ലാക്കാൻ പറ്റും. അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്താണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ ക്യാൻവയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടെംപ്ലേറ്റ്സ് റെഡിയാക്കി, ഞാൻ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടെംപ്ലേറ്റ് എന്താണ് റെഡിയാക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ബുക്കോ ടെംപ്ലേറ്റോ അല്ല വാൾപേപ്പറോ എന്തൊക്കെയോ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയ നമ്മൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലാക്കണം. സോ സെല്ലാക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഫ്രോയിലാണ്. ഓക്കെ, അതായത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൂപ്പർ ഫ്രോയിൽ. അതിനാൽ നമ്മുടെയുള്ള സംഭവം നമുക്ക് എന്താണ് ആഡ് ആക്കിയിട്ട് നമ്മുടെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലിങ്ക് കാണും, ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കസ്റ്റമറിന് നമ്മുടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷും വരും, അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഫോണിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചെല്ലുകയും ചെയ്യും. സോ അതാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ യൂസ്. ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാനുവലായിട്ട് പേയ്മെൻറ്റ് വയ്ക്കാൻ പറ്റും. അതായത് ഇത് ഞാനാണ്, ഓക്കെ, ഇത് നിങ്ങളാണ്. ഞാനിപ്പോൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് എന്നിട്ട് നിങ്ങളെ പ്രൊമോഷൻ അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ടെംപ്ലേറ്റ് ഞാൻ കണ്ട്. അപ്പോൾ എന്താണ് ഞാനത് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, എനിക്ക് ടെംപ്ലേറ്റ് വേണമെന്ന്. സോ നിങ്ങൾ ആദ്യം എനിക്ക് എന്താണ് ടെംപ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പറയുന്നത് ഇത്രയാണ് റേറ്റ്. ഓക്കെ, 99 രൂപയാണ് റേറ്റാന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യുക, നിങ്ങൾ നേരെ സ്കാനർ എനിക്ക് അയച്ചു തരിക. സ്കാനർ അയച്ചതിന് ശേഷം എന്താണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യും, സ്ക്രീൻഷോട്ട് അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ ആ ടെംപ്ലേറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ മാനുവൽ പേയ്മെൻറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരു കോൺടാക്റ്റ് വേണം, ഡീറ്റെയിൽഡ് മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. വെബ്സൈറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്താണ് അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. ഏകദേശം 2% കമ്മീഷൻ മാത്രമേ പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ സൂപ്പർ ഫയൽ യൂസ് ചെയ്യാം. സൂപ്പർ ഫയൽ ലിങ്ക് അല്ല കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ടെംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോകാം. ഓക്കെ, ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇപ്പം മാർക്കറ്റിൽ ഏതൊക്കെയാണ് സെല്ലാക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എഡ്സിയിലായിട്ട് പോകണം. അതായത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് ഞാൻ പോകും. ഇതാണ് എഡ്സി.
കാര്യങ്ങളൊക്കെ ETSY. ഓക്കെ, സോ ഇത് നമുക്ക് ഓൺലൈൻ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും, അങ്ങനെ പല സംഭവങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ തുടങ്ങാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് സ്റ്റോർ തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റൊക്കെ ഇതിനകത്ത് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പം ഒരു കിഡ്സ് ബുക്ക് ഒന്ന് അടിക്കുകയാണ്. കിഡ്സ് ബുക്ക് ഓക്കെ, എന്തായാലും സെയിം തന്നെയാണ്. അപ്പോൾ കിഡ്സ് ബുക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോഡാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരുപാടകം പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 4.8 സ്റ്റാർ ആണ്. ഏകദേശം 285 പേരാണ് ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ വഴി. ഓക്കെ, നിങ്ങൾക്ക് റേറ്റ് സെർച്ച് അറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾ അടിപൊളിയായിട്ടൊരു ബുക്ക് ഉണ്ടാക്കുക, അതിന് ശേഷം ഒരു റേറ്റ് ഇടാൻ വിൽക്കുക. ഓക്കെ, സോ ഇതൊക്കെ സെല്ലാവുന്നില്ല. ഇതുണ്ടോ ഏകദേശം 5 സ്റ്റാർ ആണുള്ളത്. ഏകദേശം 3.8K ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ സെയിൽസ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം അടിപൊളി സംഭവങ്ങൾ തന്നെയാണ്. നമ്മുടെ Etsy നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ട്രെൻഡിങ്ങുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് സെയിം അല്ല, നിങ്ങൾ കോപ്പി ഒന്നും അടിക്കരുത്, പേരൊക്കെ മാറ്റി. ഓക്കെ, ഇതൊക്കെ ഡിജിറ്റൽ അവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ബുക്കാണ്. ഓക്കെ, ഇതൊക്കെ ബുക്കാണ്. ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ബുക്കില്ല, ഞാൻ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതാണ്, അതായത് എന്താണ്, നാനോ ബനാന യൂസ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നാനോ ബനാനയുടെ ഒരുപാട് യൂസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അടുത്ത ഒരു പാർട്ടിൽ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ സെല്ലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് ചെറിയൊരു കഥയാണ്. ഓക്കെ, ഏകദേശം 3 to 6 അല്ലെങ്കിൽ 3 to 8 ഏജ് വരെയുള്ളൊരു കഥയാണ്. ഞാനത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജെം റോഡിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം റേറ്റ് കുറച്ചായിട്ടുള്ളത്. ഇനി എനിക്കിത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ എനിക്ക് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. എനിക്കിത് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ സെല് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇന്ത്യയിൽ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ്റർനാഷണൽ ആണെങ്കിൽ എനിക്ക് ഡോളറാണ്, ഇന്ത്യൻ ആണെങ്കിൽ എനിക്ക് റുപ്പീസാണ്. ഓക്കെ, എനിക്ക് അതിന് സെല് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ക്യാൻവ ഉണ്ടെങ്കിൽ ഒരു ക്യാൻവ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സെല്ലാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്യാനുള്ളത്, ക്യാൻവയുടെ ബെനിഫിറ്റ് പഠിച്ചല്ലോ. അതുപോലെ എങ്ങനെയാണ് നമുക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ Etsyയിലോട്ട് പോവുക, ജസ്റ്റ് 5 സ്റ്റാർ ഒക്കെ ഉള്ളത് ഏതാണ് അതൊരു കഥ നോക്കുക. അതിനോ സെയിം അല്ല, നിങ്ങൾ ജസ്റ്റ് ChatGPT എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഞാനൊക്കെ ഈ ഐഡിയ ഒക്കെ വാങ്ങിച്ചത് നാനോ ബനാന ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ഐഡിയ ഒക്കെ വാങ്ങിച്ചത്. എന്നിട്ട് ആ പിക്കൊക്കെ നാനോ ബനാന എനിക്ക് തന്നത്. ഓക്കെ, സ്റ്റോറീസ് ഏതാണ് നാനോ ബനാന തന്നത്. ഞാൻ നേരെ ആ ഒരു സംഭവം ഒന്ന് ഡൗൺലോഡ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് അടിച്ചു, എന്നിട്ട് ബുക്ക് ഒന്ന് അടിച്ചു. ഓക്കെ, ഈ ബുക്ക് ഒന്ന് അടിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് റാൻഡമായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഓക്കെ, റാൻഡമായിട്ട്, സോറി ഇത് എൻ്റെ പ്രോജക്റ്റാണ്. ഓക്കെ, പിന്നെ ഞാൻ പ്രോംപ്റ്റൊക്കെ ഇറക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്താണ് ഈ ബുക്ക് ഒന്ന് അടിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതേപടി എടുത്തിട്ടല്ലേ, അതൊന്ന് കോപ്പിയും ചെയ്യരുത്. കോപ്പറേറ്റ് കിട്ടിയാൽ നിങ്ങളുടെ സ്റ്റോർ തന്നെ അടിച്ചു പോകും. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കവറ് ഞാൻ മാറ്റി. അപ്പം നമുക്കിനി ഇപ്പം ഞാൻ ഈ ഒരു പേജ് ഫുള്ളാക്കി. എന്നിട്ട് അടുത്ത പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ പേജ് വരും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു സംഭവം ആടായി കാണിച്ചു തരാം. അതായത് ഞാൻ അത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മളിപ്പം ഒരു സ്റ്റോറിയുടെ ഒരു പിക്കുകളൊക്കെ എടുത്തു. ഓക്കെ, അത് ഞാൻ നേരെ ഇവിടെ നിന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പോവാണ്. അത് അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് നമ്മുടെ സ്റ്റോറികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാൻ നേരെ ഇവിടെ നിന്ന് ആഡാക്കണം. ഓക്കെ, എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഞാൻ ഇവിടെ ആഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മളിത് സ്യൂട്ടബിൾ ഇങ്ങനെ വലിച്ചം വിട്ടു കൊടുത്താൽ മതി. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരുകയാണ്. ഒരിക്കലും ഇതല്ല, നിങ്ങൾ നല്ലപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് കവർ പിക്ക് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പിക്കാണെങ്കിൽ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഇവിടെ രണ്ടാമത്തെ പിക്ക് വയ്ക്കും. അങ്ങനെ നമുക്ക് ഒരു ബുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംഭവം ആഡാക്കാൻ പറ്റും. എന്നിട്ടൊരു ഡൗൺലോഡ് സെക്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് ഇമേജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കാരണം എനിക്കിത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇമേജ് ആയിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ അത് ബുക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം 4 ഫയൽ ആയിട്ടുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 4 ഫയൽ ആയിട്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എനിക്ക് ഡൗൺലോഡ് ചെയ്ത് നേരെ എൻ്റെ ഫയലിൽ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെല്ലാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമുക്ക് എന്താണ് ബുക്ക് സെല്ലാക്കാനായിട്ട് പറ്റും. ബുക്ക് നമുക്ക് എല്ലാം മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് കവർ കാണാൻ പറ്റും. സ്റ്റൈൽ സെലക്ട് ചെയ്താലും കാണാൻ പറ്റും. മോഡേൺ, ബോൾഡ്, ലാംഗ്വേജ് കാണാനായിട്ട് പറ്റും. അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി നിങ്ങൾ ഒന്നുകൂടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. വൈറ്റ് ബോർഡ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്, ടിക്ടോക്ക് വീഡിയോ ഉണ്ട്, താഴ്സുള്ള ഫോൾ വാൾപേപ്പർ ഉണ്ട്, പിന്നെ ബിസിനസ് കാർഡ് ഉണ്ട്, പിന്നെ പോസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാം എടുക്കുക. അതിനുശേഷം നിങ്ങളെന്താണ് നിയർ മീ നടിച്ചിട്ട് ഷോപ്പുകളിൽ നിന്ന് അടിക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാടധികം ഷോപ്പ് നിങ്ങളെ അടുത്തുള്ള കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് എത്ര പേർക്കായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം നല്ല ആക്റ്റീവായിട്ടുള്ള കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. അവർ ആക്റ്റീവ് അല്ലെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് പറയാം, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്ത് തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു മാസം ഓരോ ദിവസം പോസ്റ്റേഴ്സ് മേക്ക് ചെയ്ത് നിങ്ങളുടെ ഓഫറൊക്കെ പറഞ്ഞാൽ പോസ്റ്റർ മേക്ക് ചെയ്ത് തരാം.
എനിക്ക് ഒരു മാസം ഇത്ര രൂപ തന്നാൽ മതി, 2K അല്ലെങ്കിൽ ഒരു 5K തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് എന്താണ് അടിപൊളി പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും ഒരു എക്സാമ്പിൾ അയച്ചു കൊടുക്കും. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ജിമ്മാണെന്ന് വിചാരിക്കുക, ഒരു ജിം സ്റ്റോറാണെന്ന് വിചാരിക്കുക, ഒരു ജിമ്മാണെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് നമ്മൾ ജിം പോസ്റ്റ് അടിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഒരുപാട് എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരെണ്ണം സെലക്ട് ചെയ്ത സംഭവത്തിന് എന്താണ് അവരുടെ കടയിൽ അവരെന്ന് വെച്ചാൽ അവരുടെ സ്റ്റോറിൻ്റെ പേര് വയ്ക്കുക. ഓക്കെ, അവരുടെ സ്റ്റോറിൻ്റെ പേര് എവിടെയെങ്കിലും വയ്ക്കുക, ആ ഒരു ഫോട്ടോ മാറ്റിയിട്ട് അവരുടെ ഫോട്ടോ വയ്ക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവർക്കൊരു ആദ്യം എക്സാമ്പിൾ അയച്ചു കൊടുക്കുക, എന്നിട്ട് അവർക്ക് പറയുക. എന്നിട്ട് ഒരു ദിവസം ഒരു 10 എണ്ണം നിങ്ങൾ ചെയ്യുക. ഒരു 10 സ്റ്റോറിന് മെസ്സേജ് അയക്കുക. അതെന്താണ് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ എന്താണ് റെഡിമെയ്ഡായിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരിക്കലും ആ സംഭവം എ വെച്ച് ചെയ്യരുത്. ഓക്കെ, എക്ക് മിസ്റ്റേക്ക് വരും. നിങ്ങളുടെ രീതിയിൽ മാത്രം ക്യാൻവ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അവർക്ക് എന്താണ് അയച്ചു കൊടുക്കുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നാമത്തെ മെത്തേഡ്. സോ നിങ്ങളല്ലാതെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പം ഞാനൊരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റോറി ബുക്ക് എനിക്ക് എന്തായാലും അങ്ങനെ സെല്ലായിട്ട് പറ്റില്ല. അതെനിക്കൊന്നെങ്കിൽ സ്റ്റോർ വേണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഫയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ സൂപ്പർ ഫയൽ എടുത്തിട്ടുണ്ട്. സോ ഇത് സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പാൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം എടുക്കാനായിട്ട് പറ്റും. ട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ പ്ലാൻ ഉണ്ട്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താണ് ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ആഡ് ആക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ആഡ് ആക്കുകയാണ്. ഇവിടെ കാണാനായിട്ട് പറ്റും ക്രിയേറ്റ് പേയ്മെൻറ്റ് പേജ്. അപ്പോൾ എനിക്ക് സെല്ലാക്കാനുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടൈറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ഞാൻ റാൻഡമായിട്ട് കൊടുക്കണം. അതായത് ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണ്. ഒരു സ്റ്റോറി ബുക്കാണ്. ഓക്കെ, കാരണം ഞാൻ ആ സ്റ്റോറി എനിക്ക് ആ ഒരു സ്റ്റോറി പേര് ഇപ്പോൾ ഓർമ്മയില്ല. ഓക്കെ, ഞാനൊരു സ്റ്റോറി ബുക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ സംഭവം അടിക്കാനുള്ളത് ആ സ്റ്റോറിയുടെ പേരാണ് അടിക്കാനുള്ളത്. ഓക്കെ, എന്നിട്ട് എന്താണ് എൻ്റെ കവർ പിക്ക് കൊണ്ട് അവർ കവർ പിക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ആ ഒരു സ്റ്റോറിയുടെ കവർ പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതവിടെ നമ്മളെ ഈ ഒരു ബുക്ക് എന്തിനാണ്, അതായത് ഈ ഒരു സ്റ്റോറി ബുക്ക് എന്താണെന്ന് അടിക്കുക. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്, ഞാൻ ജസ്റ്റ് റാൻഡമായി അടിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഏജ് വരുന്നത് എന്താണ്, ഒരു 2 to 8 ആ ഒരു വയസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് എന്താണ് ഗാലറിയിൽ നിന്ന് പ്രൂഫ് ആഡ് ചെയ്യാം, ടെസ്റ്റിമോണിയൽസ് അതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും, നിങ്ങളുടെ അബൌട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതേക്ക് നമ്മുടെ സ്റ്റോറി ബുക്ക് കൂടെ ആഡ് ആക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോറി ബുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ആഡ് ആക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു സംഭവം ആഡാക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു സൂപ്പർ ഫയൽ എടുത്താൽ നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം എൻ്റെ സ്റ്റോറിയുടെ പേര് ഇതാണ്. ഓക്കെ, സോ ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര MB ആണ്, ഏകദേശം 16 MB ആണ്. 100 MB ഉള്ള സംഭവം നമുക്കിവിടെ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അപ്ലോഡും കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ പ്രൈസ് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ എനിക്കിപ്പോൾ പെട്ടെന്ന് സെയിൽസ് കാണാം, കാരണം അത് ചെറിയ ബുക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് ഞാൻ ഡിസ്കൗണ്ട് പ്രൈസ് കൊടുക്കാം. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ കൊടുക്കുന്നത് 299. അപ്പോൾ എൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഞാൻ കൊടുക്കുന്നത് 69 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പം ഇത് ചിലപ്പം എഫക്റ്റീവ് ആയിരിക്കും, കാരണം ഇത് ആൾക്കാർ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും 299 ഇതിൻ്റെ യഥാർത്ഥ വില, 299 യഥാർത്ഥ വില. ഞാൻ കൊടുക്കുന്നത് 69 റുപ്പീസിനാണ്. 77 റുപ്പീസ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒരു മെത്തേഡാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്വാണ്ടിറ്റി ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഓക്കെ, സോ എൻ്റെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ പോകാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്താണ് തീമും സ്റ്റൈലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ മാറ്റാൻ പറ്റും, പിന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാനുള്ളത്, പിന്നെ നിങ്ങൾക്ക് എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ആക്കാം, റീഫണ്ട് പോളിസി ആഡ് ആക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സംഭവം ഞാൻ വേണമെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാം എങ്ങനെയാണ് സൂപ്പർ ഫയൽ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, സോ അതിന് പബ്ലിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സംഭവം പബ്ലിഷ് ആവുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സംഭവം എന്താണ് പബ്ലിഷ് ആയിട്ടുണ്ട്, ലൈവ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ ഷെയർ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കോപ്പിയാണ്. കോപ്പിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ സ്റ്റോർ ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. ജസ്റ്റ് എന്താണ് ഞാൻ ഈ എൻ്റെ ആ ഒരു ഡിജിറ്റൽ പ്രോഡക്ട്സ് എല്ലാക്കുന്നത്. സോ കവർ പിക്ക് വന്നിട്ടുണ്ട്. ഇത് വേസ്റ്റ് ആണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഒന്നും അല്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എബൌട്ട് ദ പേജ് സ്റ്റോറിയാണ്. ഇതിൻ്റെ ഏജ് വരുന്നത് 2 to 8 ആണ്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ 16 റുപ്പീസാണ്, ഫയലാണ്. എന്നിട്ട് എന്താണ് ഗെറ്റ് നൗ കൊടുത്താൽ നമുക്ക് എന്താണ് പർച്ചേസ് ഓപ്ഷൻ ആയിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ യൂസേഴ്സ് എല്ലാക്കുന്നത്. നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ആക്കാമെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾ മെത്തേഡും പഠിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് നിങ്ങൾ ക്രോം എടുത്തതിന് ശേഷം നിയർ മീ ഷോപ്പ് എന്ന് അടിക്കുക. അപ്പോഴത്തേക്ക് ഒരുപാടധികം സെക്ഷൻസ്, ഒരുപാടധികം നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർ വരും. അപ്പോൾ അവരെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്താണ് അവർ എത്ര പേരാണ് ആക്റ്റീവായിട്ടുള്ളത്. നിങ്ങൾ ആക്റ്റീവ് അല്ലാത്ത ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക, എന്നിട്ട് അവർക്കൊന്ന് മെസ്സേജ് അയക്കുക. എൻ്റെ കയ്യിൽ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ആദ്യം അവർക്കൊരു എക്സാമ്പിൾ അയച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ജിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇപ്പം ഒരു ഫുഡ് ഷോപ്പ് ആണെങ്കിൽ ജസ്റ്റ് എന്താണ്
ഫുഡ് പോസ്റ്റ് എന്ന് അടിക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എക്സാമ്പിളായിട്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു കടയൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് അയച്ചു കൊടുക്കുക, എൻ്റെ സംഭവം ഞാൻ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് തരാം, ഒരു മാസം ഇത്ര 30 പോസ്റ്റർ തരാം, എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി, അങ്ങനെ ഫ്രീ ആയിട്ട് എന്താണ് നിങ്ങളെ പറയുക. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയും ഓക്കെ ആണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പൈസയും കിട്ടുന്നതായിരിക്കും. ഒരു ദിവസം നിങ്ങൾ 10 പേർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഒരു ദിവസം ഒരു 10 പോസ്റ്റ് ക്രിയേറ്റ് ആക്കുക, ഡിഫറെൻറ്റ് പോസ്റ്റ് ക്രിയേറ്റ് ആക്കുക, എന്നിട്ട് ആ ഷോപ്പിൽ ഓണർക്ക് എന്താണ് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ അവരെന്താണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഞാനോ പറഞ്ഞല്ലോ, ഇപ്പോൾ എഡ്സിയിൽ പോയതിന് ശേഷം അതിനകത്ത് ഒരുപാടകം കിഡ്സ് ബുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ ഈ ബുക്ക് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വേറെ കുറേ ടെംപ്ലേറ്റ്സ് അടിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ വാൾപേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പർ സെല്ലാക്കാനായിട്ട് പറ്റും. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ബുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾ നല്ലൊരു സ്റ്റോറി കണ്ടുപിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കാർബേക്ക് കൊടുക്കുക, എന്നിട്ട് ശേഷം ഡൗൺലോഡുകളൊക്കെ ചെയ്ത് സെല്ലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ചെയ്യുക, പൈസകളൊക്കെ ഏൺ ചെയ്യുക. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഇഷ്ടപ്പെടാൻ തോന്നുന്നു, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന Pinterest മെത്തേഡ് യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലിങ്കും അതുപോലെ നിങ്ങളുടെ സ്റ്റോറി എന്താണ് ഡീറ്റെയിലും കൂടെ കൊടുത്താൽ മതി. ആ ട്രാഫിക് ജനറേറ്റ് വേണമെങ്കിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനെ മെത്തേഡ് നമ്മൾ ഇറക്കുന്നതായിരിക്കും, സപ്പോർട്ടുകളെ കിട്ടി നമ്മൾ എല്ലാ സംഭവം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. മൊബൈലിൽ ചെയ്യാൻ പറ്റും, ലാപ്പിൽ ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ മടിപിടിച്ചിരിക്കാതെ ചെയ്ത് നോക്കുക, പ്രോഫിറ്റുകളെ കിട്ടുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ മികച്ച മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പൊ മച്ചാമാർ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാൻവകളൊക്കെ യൂസ് ചെയ്ത് ടെംപ്ലേച്ചേഴ്സ് എല്ലാം ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കെയിലൊക്കെ ചെയ്ത് നല്ല രീതിക്ക് ഏൺ ചെയ്താൽ നിങ്ങൾക്ക് പെർ മന്ത് നല്ല രീതിക്കുള്ള ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട മറക്കേണ്ട കമന്റ്സുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കേണ്ട മറക്കാൻ ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, ഞാൻ ക്ലിയർ ആയി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടെലഗ്രാം ഐഡികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും, അതായത് ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ടുകളെ കിട്ടുമ്പോൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ച് വേണം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് ചോദിക്കുക, നമ്മൾ എന്താണ് ക്രിയേറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിലും മികച്ച മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്.